ഇന്നൊരു സൺഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ അച്ചൂട്ടിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ചപ്പാത്തി വേണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് ചപ്പാത്തിയൊക്കെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് ഉണ്ടാക്കി കേട്ടോ. നല്ല മഴയായിരുന്നു രാവിലെ. അപ്പോൾ ഞാനും അച്ചൂട്ടിയൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. ഏട്ടനുണ്ട്, ഏട്ടൻ ഉള്ളിലിരുന്ന് കഴിക്കുകയാണ്. അങ്ങനെ കഴിച്ച് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞിട്ട് ഏട്ടനൊന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് അച്ചൂട്ടിക്കും പോകണം പറഞ്ഞു. എന്നാൽ പിന്നെ അവർ രണ്ടാളും പുറത്ത് പോവാമെന്ന് പറഞ്ഞിട്ട് പോവാണ്. അപ്പോൾ ആ ചുട്ടിനെ ഞാൻ ഏട്ടൻ്റെ കൂടെ വിട്ടു കേട്ടോ. അവരിറങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടോ, നല്ല വെയിലടിക്കുന്നുണ്ട്. നല്ലപോലെ മഴയായിരുന്നു രാവിലെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല വെയിലും മഴയും രണ്ടും കലർന്നിട്ടൊരു കാലാവസ്ഥ. പിന്നെ ഇതാ ഞങ്ങളുടെ വീട്ടുമുറ്റത്ത് 3 പേരിങ്ങനെ ഇരിക്കുകയാണ്. ഇത് അപ്പുറത്തെ വീട്ടിലത്തെ പൂച്ചയാണ് കേട്ടോ, അതിൻ്റെ കുട്ടിയാണ് കേട്ടോ ഇത്. എന്ന് ഞങ്ങളുടെ വീട്ടിൽ വരും. ഇത് ഞങ്ങളുടെ സ്വന്തം ബ്രൗണിക്കുട്ടനാണേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ പണി തുടങ്ങാൻ പോയി. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുടിക്കാറുണ്ട്. ഇപ്പോൾ എന്നും ഈ ഒരു ബോട്ടിലിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെച്ചിട്ട് കുടിക്കും കേട്ടോ ഇടയ്ക്ക്. വെള്ളം കുടിക്കാതിരിക്കുമ്പോൾ അതിൻ്റേതായ ശരീരത്തിൽ ഇടങ്ങേറൊക്കെ കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ വെള്ളം എന്നും കുടിക്കും കേട്ടോ. പിന്നെ ഇന്ന് കറി വെക്കാൻ ഇതൊക്കെ വെച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. പരിപ്പൊക്കെ ഇട്ടിട്ട് കറി വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചാലും വേഗം കേട് വരില്ല. അപ്പോൾ ഇത് ഇന്ന് കറി വെക്കാൻ വെച്ചു. അപ്പോൾ പരിപ്പൊക്കെ എടുത്തിട്ടുണ്ട്. വേഗം തട്ടി കൂട്ടി ഒരു കറി വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുക്കറിൽ പരിപ്പും ഉള്ളി തക്കാളി എല്ലാം ഇട്ടിട്ട് ഒന്ന് വിസിൽ വെറ്റി തേങ്ങ അരച്ച് വയ്ക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വേഗം അതൊക്കെ അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അടിച്ചോരി വിട്ടു കേട്ടോ. അല്ലൂസ് നല്ല ഉറക്കമാണ്. അപ്പോൾ അവൻ എണിച്ച് വരുമ്പോഴേക്കും ഒക്കെ ഒന്ന് അടിച്ചോരി വിടാമെന്ന്. പിന്നെ അവൻ കളിക്കുമ്പോൾ ഒന്നും വായിലെടുത്ത് ഇടുമെന്നൊരു ടെൻഷനും കാര്യങ്ങളും വേണ്ടല്ലോ. അപ്പോൾ എനിക്ക് ഇല്ലെങ്കിൽ അതിൻ്റെ പിന്നാലെ നോക്കി നടക്കേണ്ടി വരും. അപ്പോൾ ഒക്കെ വീടൊക്കെ മൊത്തം അടിച്ചുവാരി വിടുകയാണ് കേട്ടോ. അപ്പോൾ അച്ചൂട്ടി ഉണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അപ്പോൾ അവളും ഇടയിൽ കയറി വന്ന് ഞാൻ അടിച്ചു വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അടിച്ചുവാരി കഴിയുമ്പോഴേക്കും ഇത് ഒരാൾ എണിച്ച് ഉള്ളിലൊക്കെ പാട്ട് പാടുമായിരുന്നു ഉറക്കത്തിൽ. അപ്പോൾ അവനൊക്കെ എണിച്ച് വന്നു. പിന്നെ ഇതാ അപ്പോഴേക്കും ഏട്ടനും അച്ചൂട്ടിയൊക്കെ എത്തിയിട്ടാ. അപ്പോൾ കറികളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ കറിക്കുള്ള തേങ്ങയൊക്കെ ഇങ്ങനെ ചിരവി തരാം കേട്ടോ. ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്ത് തരും. പിന്നെ ഏകദേശം കുക്കിങ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ പാത്രങ്ങളൊക്കെ കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കൂട്ടി വയ്ക്കുമ്പോൾ അത് പിന്നീട് ഒറ്റയ്ക്ക് തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും ആ ഒരു സമയത്ത് വേഗം വേഗം ചെയ്യാമെന്ന് വിചാരിച്ചു. നേരത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ കുട്ടികളുടെ കൂടെ ഇരിക്കാമെന്നല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ വേഗം ചെയ്യണത്. പണ്ടൊക്കെ ആണെങ്കിൽ പാത്രം വീട്ടിലിങ്ങനെ ഉണ്ടെങ്കിൽ ആ സൈഡേ പോവാത്ത ഒരാളായിരുന്നു ഞാൻ. ഇപ്പോൾ കണ്ടോ എല്ലാം ചെയ്യേണ്ട ഒരു അവസ്ഥ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഏകദേശം കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം അലക്കില്ലെങ്കിൽ അത്രയും തുണികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ അലക്കി അവർക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞാൻ കഴിക്കാനിരിക്കുകയാണ്. സമയം 2 മണിയൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. പച്ചൂട്ടി ഇനിയും ഉറങ്ങിയിട്ടില്ല. അപ്പോൾ ഞാൻ വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ അവരുടെ കൂടെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് എണീക്കുമ്പോൾ ഒരു 5 മണിയായിട്ട് നല്ല ഉറക്ക ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എണീച്ചിട്ട് അച്ചൂട്ടിയും ഞാനും കൂടി ഇരുന്ന് ചായ കുടിക്കുകയാണ്. പിന്നെ അടിച്ചുവാരി എല്ലാം കഴിഞ്ഞ് ഒന്ന് വിളക്കൊക്കെ കൊളുത്തി. അപ്പോൾ 6 മണിയായപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഇന്ന് ഞായറാഴ്ചയാണല്ലോ, അതുകൊണ്ട് കുടുംബശ്രീക്ക് പോവുകയാണ്. അത് ഞങ്ങളെ വല്യമ്മൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ കുടുംബശ്രീ കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്ക് പോകാനൊക്കെ നല്ല ഇഷ്ടമാണ്. കുറേ അവരെല്ലാവരും ഉണ്ടാവും. അപ്പോൾ അവരുടെ കൂടെയൊക്കെ ഇരുന്ന് അങ്ങനെ സംസാരിക്കാമല്ലോ. ഇവിടെ വന്ന് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ ഒരു ഇതാണ് കേട്ടോ, TV. ഇവരുടെ ഇവിടെ വലിയൊരു TV ഉണ്ട്. അപ്പോൾ അല്ലൂസും ആയാലും അച്ചു ആയാലും ആ TV ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് നോക്കി ഇരുന്നോളും. പിന്നെ അവരെ കൊണ്ട് ഒരു ശല്യമില്ല. അപ്പോൾ ഞങ്ങൾ കുടുംബശ്രീക്ക് അങ്ങനെ കൂടുന്നുണ്ട്. കുറേ കഴിഞ്ഞപ്പോൾ രാത്രി ആയപ്പോൾ അനിയനും എല്ലാവരൊക്കെ വന്നു. അപ്പോൾ അല്ലൂസിന് നല്ല സന്തോഷം. എല്ലാവരൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ എനിക്കും അത് ഇഷ്ടമാണ്. ഇങ്ങനെ ഫാമിലി ആയിട്ടും കൂടുതൽ ഇരുന്ന് അവരോടൊപ്പം ഇരുന്ന് സംസാരിച്ച് അങ്ങനെ ചിരിച്ച് കളിച്ച് നല്ല രസമാണ് അല്ലേ അങ്ങനെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് കുറച്ച് മീനൊക്കെ തന്ന് വിട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ അതൊക്കെ വീട്ടിൽ വന്ന് കഴിക്കുകയാണ് കേട്ടോ. ഇത് ചെറിയൊരു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.